കേഡർഷിപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ വീഡിയോ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ ഓഫീസറാകാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ കേഡർഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ഞാൻ എടുത്തു. പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒരു വർഷമായി. നമുക്കൊരു 7 കോഴ്സ് ചെയ്യാനുള്ള കാര്യം അറിയാമല്ലോ കേഡർഷിപ്പ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ BSc കഴിഞ്ഞിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. DNSൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ആദ്യത്തെ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ അഡ്വാൻസ് SCCW കോഴ്സസ് ആയ AFF, PSCRB, MFA ചെയ്യാൻ മാക്സിമം നോക്കുക. അതോടൊപ്പം തന്നെ GMDSസും ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷിപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഇത്രയും കോഴ്സസ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഷിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം സെക്കൻഡ് ഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പനി കോൺടാക്ട് ചെയ്ത് സർവീസ് ലെറ്റർ വാങ്ങുക. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ DGയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അസസ്മെൻറ്റിന് വേണ്ടി സീറ്റ് ബുക്കിങ്ങിനുള്ള അസസ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് MMDയിലാണോ നിങ്ങൾ ഏത് MMDയിലാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവിടെ പോയി ഒന്നെങ്കിൽ നിങ്ങൾ ഫിസിക്കലി പോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ച് കൊടുക്കാവുന്നതാണ്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഓരോ MMDക്കും. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ആ MMD കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കുക. അസസ്മെൻറ്റ് ഒന്ന് അപ്രൂവ് ആകാൻ വേണ്ടി 1 മാസം എടുക്കും. ആ 1 മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് ROC, ARPA, ECDIS ഈ 3 കോഴ്സും തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ കോഴ്സ് തീർത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ അസസ്മെൻറ്റ് അപ്രൂവ് ആവുകയും നിങ്ങൾക്ക് റിട്ടേൺസും ഓറൽസും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഷിപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഷിപ്പ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്യുക. സർവീസ് ലെറ്റർ വാങ്ങുക, പിന്നെ നിങ്ങൾ MMD അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സസ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ അസസ്മെൻറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എക്സാംസ് എഴുതാവുന്നതാണ്. അപ്പോൾ റിട്ടേൺ എക്സാംസ് നിങ്ങൾ 1 or 2 ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ടൈം ലാഭിക്കും. നിങ്ങളുടെ കോഴ്സ് എല്ലാം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറലിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കോഴ്സ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഓറൽ എക്സാംസും കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് റിട്ടേൺസും ഓറൽസും ക്ലിയർ ചെയ്യാൻ പറ്റും. സമയം ഗ്യാപ്പ് കുറേ വരത്തില്ല. അതോടൊപ്പം DNS കേഡറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫംഗ്ഷൻ കോഴ്സുകൾ ചെയ്യേണ്ടതുണ്ട്. 18 months ആണ് കേഡർഷിപ്പ് വരുന്നത്. ആ 18 months കേഡർഷിപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഫംഗ്ഷൻ കോഴ്സസ് ചെയ്യാൻ പോവുക. അസസ്മെൻറ്റിന് കൊടുക്കാൻ ഫംഗ്ഷൻ കോഴ്സിന് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഫംഗ്ഷൻ കോഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ്റെ കോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കി കോഴ്സസ് BScയുടെ ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം ലാഭിക്കാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കേഡർഷിപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുന്നവരോ അഥവാ പഠിക്കുന്നവർക്കോ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.